എല്ലാ കാര്യങ്ങളും ചെയ്തു, പക്ഷെ നിന്റെ പല്ലുകളോ? ഇറ്റ്സ് എ ഹാർഡ് കോൺവെർസേഷൻ, റൈറ്റ്? അതെ, ഇങ്ങനെയുള്ള ഒരു ഡിഫിക്കൽട്ട് കമൻറ്റ് കേട്ടുകൊണ്ടാണ് മാനുവൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നത്. അബ്രോഡുള്ള പേഷ്യൻ്റാണ്. നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അസസ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം വന്ന് നാട്ടിൽ ലാൻഡ് ചെയ്ത് നെക്സ്റ്റ് ഡേ തന്നെ നമ്മളുടെ അടുത്ത് വരികയാണ് ഉണ്ടായത്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ക്ലിനിക്കൽ പിക്ചർ, നമുക്ക് കിട്ടിയ ക്ലിനിക്കൽ പിക്ചർ. പിന്നീട് അദ്ദേഹം പോകുന്ന സമയത്ത് നമ്മൾ ഈ രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി കഴിഞ്ഞു. ഇവിടെ അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യകതയുടെ ഒരു ക്ലാരിറ്റിയും അതേപോലെ കമ്മിറ്റ്മെൻറ്റ്സും ഞങ്ങളെ ഒരുപാട് ഇൻസ്പയർ ചെയ്തു. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു വാം വെൽക്കമാണ് ഞങ്ങൾ കൊടുത്തത്. പിന്നീട് നമ്മൾ അസസ് ചെയ്യുന്ന സമയത്ത്, അദ്ദേഹത്തിൻ്റെ ഓറൽ ഹെൽത്ത് അസസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലായൊരു കാര്യം, ഈ ആൻറ്റീരിയറിലുള്ള എസ്തെറ്റിക് പാർട്ട് മാത്രമല്ല ഫങ്ഷണൽ ഇഷ്യൂസും ഉണ്ട് എന്നാണ്. ഈ ഒരു എക്സ്റേയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ചില പിന്നിലുള്ള പല്ലുകളെല്ലാം ഇളകിയാണ് ഇരിക്കുന്നത്, അതേപോലെ കുറേ മിസ്സിംഗ് ആയിട്ടുള്ള ടീത്തും ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ നമുക്ക് എസ്തെറ്റിക് കറക്ഷനും വേണം, അതുപോലെ തന്നെ ഫങ്ഷണൽ കറക്ഷൻസും ആവശ്യമുണ്ടായിരുന്നു. ഈ ഒരു ഫ്രണ്ടിലുള്ള ടീത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്തത്. അതിൽ ഈ ഫ്രണ്ടിലേക്ക് നിരതെറ്റി നിൽക്കുന്ന ആ പല്ല് നമുക്ക് എടുത്ത് മാറ്റേണ്ടി വന്നു. ബാക്കിയുള്ള പല്ലുകളെല്ലാം തന്നെ റൂട്ട് കനാൽ ചെയ്ത്, എല്ലാമല്ല ആവശ്യമുള്ളത് റൂട്ട് കനാൽ ചെയ്ത് പ്രിസേർവ് ചെയ്യാനും നമുക്ക് പറ്റി. പിന്നീട് ഒരു നല്ല സ്മൈലിലേക്ക് അത് ബിൽഡ് ചെയ്യാൻ ആൻറ്റീരിയർ സിർക്കോണിയ വെച്ചിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി. പിന്നീട് ഉള്ള പിൻവശത്തെ പല്ലുകൾ ഇംപ്ലാന്റ് ആണ് സജസ്റ്റ് ചെയ്തത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇംപ്ലാന്റ് ആയിട്ടുള്ള മിസ്സിംഗ് ടീത്തും അതേപോലെ ഇളകിയ പല്ലുകളും നമുക്ക് ഇംപ്ലാന്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാണ് ചെയ്തത്. ഇതൊരു ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷൻ കേസാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫങ്ഷൻ, ചവയ്ക്കാനുള്ള, ഭക്ഷണം കഴിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റി റിസ്റ്റോർ ചെയ്യുക, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്മൈലിൻ്റെ കോൺഫിഡൻസ് റിസ്റ്റോർ ചെയ്യുക എന്നുള്ളതും നമ്മളുടെ ഉദ്ദേശമായിരുന്നു. ഇതിൽ ജനറൽ ഹെൽത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് അദ്ദേഹത്തിന് ചെക്ക് ചെയ്തത്. നമ്മൾ സസ്പെക്റ്റ് ചെയ്തതുപോലെ ഡയബറ്റിക്സിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ കൂടുതൽ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലിയുടെ പ്രയാസങ്ങളും നൈറ്റ് ഷിഫ്റ്റ് കൂടുതലായി എടുക്കുകയും രാത്രി ഉറക്കം ബുദ്ധിമുട്ടുണ്ടാവുകയും ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി. അതിന് വേണ്ട പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് കൊടുക്കാനും ഞങ്ങൾക്ക് പറ്റി. തീർച്ചയായിട്ടും ഇതിലൂടെ നമ്മൾ ഒരാളുടെ ജീവിതത്തിലേക്കുള്ള കോൺഫിഡൻസ് ആണ് ബിൽഡ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ജനറൽ ഹെൽത്ത് തന്നെയാണ് ബിൽഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെയൊക്കെ ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഈ മാനുവൽ എന്ന ഈ പേഷ്യൻ്റ് കാണിച്ച ആ ഒരു കമ്മിറ്റ്മെൻറ്റും ആ ഒരു കമൻ്റ് അദ്ദേഹത്തിന് വന്നപ്പോൾ ആ ഹിറ്റ് ചെയ്ത സമയത്ത് അതിൽ സ്റ്റക്ക് ആവാതെ തന്നെ ഒരു ആക്ഷൻ എടുത്തു എന്നുള്ളതുമാണ് ഞങ്ങൾക്ക് ഇവിടെ വളരെ സന്തോഷപൂർവ്വം പറയാനുള്ളത്. We wish him a lifetime of bright smile.